ഹലോ ഗൈസ്. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ പിന്നെ നമ്മൾ മലയാളികൾക്ക് ചർച്ച ചെയ്യാൻ വിഷയത്തിന് യാതൊരുവിധ പഞ്ഞവും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. ഈ ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നെഗറ്റിവിറ്റിയും ഒത്തിരി കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒത്തിരി വിവാദങ്ങൾ ആ ഒരു സീസണിനുള്ളിൽ തന്നെ നടന്നിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് അഖിൽ മാലാർ എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ വിന്നർ തന്നെ വെളിയിൽ ഒരു പടക്കത്തിന് തീ കൊളുത്തുന്നത്. തീ കൊളുത്തി ആ പടക്കം പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ മലയാളികൾ അറിയുന്നത് അതൊരു മാലപ്പടക്കമായിരുന്നു എന്നുള്ളത്. കാരണം അതിന് തീ കൊളുത്തിയിട്ട് ദിവസങ്ങൾ ഒരുപാട് ആയെങ്കിൽ പോലും ഇപ്പോഴും ആ പടക്കത്തിന്റെ ഇഫക്റ്റ് തീർന്നിട്ടില്ല. ശോഭയിലും അങ്ങനെ ഒരുപാട് മത്സരാർത്ഥികളിലും ഒക്കെ ആ ഒരു പടക്കത്തിന്റെ ഇമ്പാക്ട് എത്തിച്ചേർന്നു. ഇപ്പോൾ ഒടുവില് ബിഗ് ബോസ് സീസൺ 6 ഒരു മത്സരാർത്ഥിയായിട്ടുള്ള അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരെ അത് എത്തിച്ചേർന്ന് നിന്നേക്കാണ്. അപ്പൊ ഏതായാലും ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ബിഗ് ബോസ് സീസൺ 6 കാര്യങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് കുറെ മത്സരങ്ങൾ നടന്നിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്ക് നടന്നിരുന്നു. ആ ടാസ്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ച് ജയിച്ചത് നെക്സ്റ്റ് ടീമാണ്. നെക്സ്റ്റ് ടീമിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അർജുന്, ജാസ്മിന്, അഭിഷേക്, ഋഷി. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ടീമാണല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടീമിലെ 4 മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ഡിബേറ്റ് നടത്തി. ഡിബേറ്റിൽ നിന്ന് തീരുമാനിക്കണം ആ മെമ്പേഴ്സിൽ ആരാണ് ബോണസ് പോയിന്റ് കൈക്കലാക്കുക എന്നുള്ളത്. ഡിബേറ്റ് ഒക്കെ നടത്തി. പക്ഷെ ജാസ്മിൻ പിടിച്ചു നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ജാസ്മിൻ പിന്മാറി. അവസാനം ഏറ്റവും കൂടുതൽ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട വ്യക്തിക്ക് എനിക്ക് തോന്നുന്നില്ല ഋഷി അത്ര നല്ല ഒരു പ്രകടനം ഒന്നും കാഴ്ചവെച്ചില്ല. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയത് അർജുനും അഭിഷേകുമാണ്. ഏറ്റവും കൂടുതൽ ടാസ്കിനകത്ത് ഇൻപുട്ട് കൊടുത്തതും ആ 2 വ്യക്തികളാണ്. അവർ കാരണമാണ് മിക്ക ടാസ്കുകളും ജയിച്ചത്. അപ്പൊ ആ വ്യക്തികൾക്കായിരുന്നു കൂടുതൽ ആ ബോണസ് പോയിന്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് കിട്ടിയില്ല. ഈ ഓസിന് പണിയെടുത്തു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഋഷിക്കാണ് അവസാനം ആ ഒരു ബോണസ് പോയിന്റ് കിട്ടിയത്. ഇനിയിപ്പം ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങളായിരിക്കും മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചകളായിട്ട് ബിഗ് ബോസിനുള്ളിൽ ഭയങ്കര ആശയദാരിദ്ര്യമാണ്. പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ഈ ടാസ്കുകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്കൊന്നു ഇന്നാണ് പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ അടി നടന്നത്. അഭിഷേകും ജാസ്മിനും തമ്മിലൊരു അടി നടന്നു. അതല്ലാതെ ഈ 2-3 ആഴ്ചക്കിടയിൽ പ്രത്യേകിച്ച് പറയത്തക്ക വിധം വലിയ അടികളൊന്നും നടന്നില്ല. ചിലപ്പോൾ ഇനി അങ്ങോട്ട് അടിയൊക്കെ മുറുകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കുറെ മെമ്പേഴ്സ് അതിനകത്ത് നിലനിൽക്കുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചയെങ്കിലും അത് ഇനി വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും 2-3 പേരെയൊക്കെ പുറത്ത് വിട്ടാലേ രക്ഷയുള്ളൂ. ഇനിയിപ്പം ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥികൾ ഇനിയിപ്പോൾ ഫൈനലിലേക്ക് അടുക്കുവാണല്ലോ. അപ്പോൾ ഓരോ മത്സരാർത്ഥികളെയും കുറിച്ചും നമ്മൾ പ്രേക്ഷകർക്ക് കുറെ വിലയിരുത്തലുകളുണ്ട്. ഓരോ ആൾക്കാർക്കും നിരവധിയായിട്ടുള്ള ഫാൻ ബേസുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് 5 എത്തിച്ചേരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ്? എനിക്കതിനകത്ത് 2 പേരെ പറയാനുള്ളത് ജിൻഡോയും ജാസ്മിനുമാണ്. ജിൻഡോയും ജാസ്മിനും ഉറപ്പായിട്ടും ടോപ്പ് 5 ഉണ്ടാകും. പിന്നെ ബാക്കി 3 പേര് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഫിനാലയിലേക്ക് അടുക്കും തോറും പല മത്സരാർത്ഥികളും വീക്കാരിൽ നിന്ന് പല മത്സരാർത്ഥികളും സ്ട്രോങ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാകും ടോപ്പ് 5 ഉൾപ്പെടുക എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷനാണ്. പിന്നെ നമ്മൾ പ്രേക്ഷകർ പ്രെഡിക്റ്റ് ചെയ്താലും നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹത്തിന് അനുസരിച്ച് വരത്തില്ലല്ലോ. പിന്നെ അർജുന്, അഭിഷേക് ഇവർക്കൊക്കെ ചാൻസസ് ഉണ്ട്. അൻസിബ എന്ന് പറയുന്ന മത്സരാർത്ഥി ഭയങ്കര വീക്ക് പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അൻസിബ ഭയങ്കര മൈൻഡ് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നുണ്ട്. അൻസിബ നല്ലൊരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് എന്നെനിക്ക് തോന്നി. കൊതിഞ്ഞോണെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ അത്യാവശ്യം ക്യാരക്ടർ ഉള്ള വ്യക്തിയായിട്ടാണ് അൻസിബ എനിക്ക് തോന്നിയത്. ഭയങ്കര ടൂ മച്ച് ടോക്സിക് ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഇനിയും ബിഗ് ബോസ് ഹൗസിലേക്ക് തുടർന്നു പോകാനുള്ള ഒരു ഇൻപുട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെയൊക്കെ ഒരു മാക്സിമം ആയിരുന്നു അൻസിബയുടെ. ഇനി അൻസിബ പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ അർജുൻ അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ആദ്യം മുതലേ വലിയ ക്രൂക്കഡ്നെസ്സോ ഒത്തിരി ഗെയിം പ്ലാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ആൾക്കാരെ കുറിച്ച് എന്താ പറയുന്നത് കൊതിഞ്ഞോണെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഡിസ്കഷൻ ഒന്നും നടത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു എന്റർടൈൻമെന്റ് ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എന്റർടൈനർ ആണ്. ഗെയിം കളിക്കുന്ന രീതിയിൽ ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ, നോർമൽ ആയിട്ടുള്ള ഗെയിം ആയിക്കോട്ടെ, പിന്നെ അവിടുത്തെ ഡേ ടു ഡേ ചോസിലൊക്കെ ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. ആ ഒരു നല്ല ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ്. ആദ്യം മുതലേ എങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് ആ ക്യാരക്ടർ വിടാതെ നല്ല രീതിയിൽ തന്നെ തന്റെ യഥാർത്ഥ ക്യാരക്ടർ, അതൊരു ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അർജുനെ ഫീൽ ചെയ്തത്. ഇനിയും അഭിഷേകിലേക്ക് കടക്കുകയാണെങ്കിൽ അഭിഷേക് വലിയ എന്തോ ഒരു തീപ്പൊരിയാണ് എന്നുള്ള രീതിയിൽ വന്നു. പിന്നീടുള്ള ആഴ്ചകളിലെല്ലാം അഭിഷേക് വളരെ സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അഭിഷേക് നല്ല സ്ട്രോങ് ആയിട്ട് മത്സരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അഭിഷേകിനും ടോപ്പ് 5 വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അർജുന്റെ കൂട്ട് തന്നെ ഒരു ഫാൻ ബേസ് വെളിയിലുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക്.
ഇനി ശ്രീതു എന്ന് പറയുന്ന മത്സരാർത്ഥി അൻസിബയുടെ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അൻസിബയ്ക്ക് പിന്നെയും ശ്രീതുവിനെക്കാട്ടിൽ ഇൻപുട്ട് അൻസിബ കൊടുക്കുന്നുണ്ട്. പക്ഷെ ശ്രീതു ടോപ്പ് 5 വരാൻ ഒരു അർഹത ശ്രീതുവിനുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീതു ഇനിയും വൈകാതെ തന്നെ പുറത്തു പോകാനാണ് സാധ്യത. പിന്നെ നോറ ചുമ്മാ കടന്നങ്ങ് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഇൻസ്പിറേഷനാണ്, ഞാൻ ഭയങ്കര മോട്ടിവേഷനാണ്, ഈ രീതിയിൽ പറഞ്ഞ് എൻ്റെ ഭയങ്കര സ്ട്രഗിളിങ് ഫേസ് ആയിരുന്നു, സ്ട്രഗിൾ ചെയ്താണ് ഞാൻ കടന്നു വന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ കടന്ന് അലച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് നോറയെ എനിക്ക് തോന്നുന്നത്. നോറയ്ക്കും ആ ഒരു ലെവലിൽ നോക്കുവാണെങ്കിൽ ടോപ്പ് 5 എത്താനുള്ള ഒരു ക്യാരക്ടറും ഇല്ല, അത്രയ്ക്കുള്ളൊരു ഗെയിമും ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുന്നില്ല. പിന്നെ സിജോ, അഭിഷേകിന്റെയും അർജുന്റെയും കാര്യം പറഞ്ഞതുപോലെ സിജോയ്ക്കും അത്യാവശ്യം കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ് ടോപ്പ് 5 എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ത്രീകളെ നോക്കുവാണെങ്കിൽ അഫ്കോഴ്സ് ജാസ്മിന്റെ പേര് ഞാൻ ആദ്യമേ പറഞ്ഞു. ജാസ്മിനും ജിൻഡോയും നല്ല കഴിവുള്ള 2 മത്സരാർത്ഥികളാണ്. ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ബിഗ് ബോസ് സീസൺ 6 കൊടുത്ത മത്സരാർത്ഥികളാണ്. അവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. അവർ ഉറപ്പായിട്ടും ടോപ്പ് 5 കാണും. പിന്നെ അപ്സര അത്യാവശ്യം കാലിബർ ഉള്ള വ്യക്തിയാണ്. കുറെ ഗെയിമുകളൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു. ടാസ്കുകൾ, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഏകദേശം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ട്. ഇപ്പം ആ ഒരു സംസാരശേഷി വെളിയിലോട്ട് എടുക്കുന്നില്ലെങ്കിൽ പോലും ടോപ്പ് 5 വരാനുള്ള അർഹത അപ്സരയ്ക്ക് ഉണ്ടായിരുന്നു. ഇനിയും കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കടത്തി വെട്ടി ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് അപ്സരയ്ക്ക് സാധിക്കും. പിന്നെ കോമണർ ആയിട്ട് വന്നിട്ടുള്ള നന്ദന ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച് ഭയങ്കര കലപില എന്നൊക്കെ സംസാരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ചെങ്കിൽ നന്ദനയ്ക്കും അവിടെയുള്ള മത്സരാർത്ഥികളുടെ കൂട്ട് കുറച്ച് സ്ട്രോങ് ആണ്. നന്ദന ഇതുവരെ നിന്ന് കളിച്ച മത്സരാർത്ഥികളെക്കാട്ടിലും ചില സമയത്ത് ഔട്ട്ഷൈൻ ചെയ്യാറുണ്ട് നന്ദന. ആ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നന്ദനയും നല്ലൊരു മത്സരാർത്ഥിയാണ്. പിന്നെ ഉള്ളത് സായിയാണ്. സായി ടോപ്പ് 5 വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. പല പ്രഡിക്ഷൻ ലിസ്റ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്. സായിയെ പക്ഷേ സായി കുറെ മാനസാന്തരമൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല സായി കൃഷ്ണയായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയും. എങ്കിൽ പോലും സായിക്ക് ടോപ്പ് 5 വരെയൊന്നും വരാൻ വേണ്ടിയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സായി ചിലപ്പോൾ ഔട്ടായി പോവുമായിരിക്കും, ചിലപ്പം ടോപ്പ് 5 വരായിരിക്കും. പക്ഷെ ഈ ലെവലിൽ വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ളത് ഒരേ ഒരു ഫീമെയിൽ മത്സരാർത്ഥി മാത്രമാണ്. ബാക്കി എല്ലാവരും കുറെ മെയിൽ മത്സരാർത്ഥികളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ളത്. അവരെയൊക്കെ ഔട്ട്ഷൈൻ ചെയ്ത് ബാക്കിയുള്ള സ്ത്രീ മത്സരാർത്ഥികൾ കടന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് ടോപ്പ് 5 എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലെല്ലാം കല്ലിവല്ലിയാണ്. ആർക്ക് എന്ത് കിട്ടും, എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയുള്ള മത്സരങ്ങൾ അങ്ങോട്ട് അങ്ങനെയാണ്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന മത്സരത്തിൽ ഇനി ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുന്ന ആൾക്ക് യാതൊരുവിധ പേടിക്കുകയും വേണ്ട, ടോപ്പ് 5 ഉറപ്പായിട്ടും എത്തും. അപ്പോൾ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിൽ അതായിരിക്കാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നടക്കാൻ പോകുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ വരാൻ പോവാണ്. പിന്നെ ഈ പ്രാവശ്യം മണി ബോക്സ് ഉണ്ടോ എന്ന് അറിയത്തില്ല. മണി ബോക്സ് നന്ദന എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു തീരുമാനം വിട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിലപ്പോൾ അൻസിബ മണി ബോക്സ് എടുത്ത് പുറത്തു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഏതായാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ബിഗ് ബോസ് സീസൺ 6 കടന്നു. പക്ഷെ അവിടെ മത്സരാർത്ഥികൾക്ക് ആ ഒരു ലെവലിലുള്ള ചൂടൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. മത്സരാർത്ഥികൾക്ക് മാത്രമല്ല ബിഗ് ബോസിനും. അപ്പോൾ ഏതായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടറിയാം ആരൊക്കെ നിൽക്കും, ആരൊക്കെ പോകുമെന്ന്.